Kavita Gold and Diamonds. Choose your special. ജമ്മു കശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ മുഖ്യ സൂത്രധാരൻ സൈഫുള്ള കസൂരി എന്ന പാകിസ്ഥാനിൽ നിന്നാണ് ആക്രമണം നിയന്ത്രിച്ചത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഉടൻ ചേരും. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഫ്സാന അൻഷാദ് ചേരുന്നു. അഫ്സാന, ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആക്രമണം നടത്തിയ പഹൽഗാമിൽ എത്തിയിരിക്കുന്നു. മറ്റു വിവരങ്ങൾ. വൃന്ദ, ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആക്രമണം നടന്ന ബൈസ്രൻ താഴ്വരയിൽ എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. കൊല്ലപ്പെട്ടവർക്ക് അന്തിമോപചാരം ശ്രീനഗറിലെ പോലീസ് ആസ്ഥാനത്ത് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം അദ്ദേഹം ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നതെന്നാൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേരുമെന്നാണ്. അതിൽ കരസേനാ മേധാവി, സംയുക്ത സേനാ മേധാവി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല കേന്ദ്ര സർവകക്ഷി യോഗം ചേരുമെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വിവരം എന്തെന്നാൽ ഭീകരാക്രമണത്തിന് പിന്നിൽ സൈഫുള്ള കസൂരിയാണെന്ന സൂചന പുറത്തു വരുന്നുണ്ട്. മുഖ്യ ആസൂത്രണം നടത്തിയ ആൾ സൈഫുള്ള കസൂരിയാണെന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ് ഇയാൾ. രാജ്യത്ത് നേരത്തെ നടന്ന ആക്രമണങ്ങളിലും ഇയാളുടെ പങ്ക് ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നാണ് ഇയാൾ ഈ ആക്രമണം നിയന്ത്രിച്ചത്. അതായത് ISI പിന്തുണ നൽകി ലഷ്കർ ഇ തൊയ്ബ ആസൂത്രണം നടത്തി റെസിഡന്റ് ഫ്രണ്ട് ഇത് നടപ്പിലാക്കുകയായിരുന്നു എന്നാണ് ഏജൻസികൾ പുറത്തുവിടുന്ന വിവരങ്ങൾ. മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞിരുന്നു 3 ഭീകരരാണ് ഈ ആക്രമണം നടത്തിയതെന്ന്. എന്നാൽ 6 ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2 സംഘങ്ങളായി തിരിഞ്ഞ് AK-47 തോക്ക് ഉപയോഗിച്ച് 2 സംഘങ്ങളായി തിരിഞ്ഞ് ആക്രമണം നടത്തി. അതായത് ഈ ജമ്മു കാശ്മീരിലെ ബൈസ്രൻ താഴ്വര, അത് കാൽനട യാത്രയായും കുതിരപ്പുറത്തും മാത്രമായി എത്താൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. വിനോദസഞ്ചാരികൾ അവിടെ ട്രക്കിങ്ങിനായി പോയതാണ്. കുന്നിൻ മുകളിൽ ട്രക്കിങ്ങിന് പോയി തിരിച്ച് താഴ്വരയിൽ എത്തി വിശ്രമിക്കുന്നതിനിടയിലായിരുന്നു. ഏകദേശം 1500ഓളം ആളുകൾ ഉണ്ടായിരുന്നു സംഭവ സമയം. അവിടെ 1500ഓളം ആളുകൾ. ഇതിനിടയിലാണ് വനമേഖലയിൽ നിന്ന് ഭീകരർ, ഈ 6 അംഗ സംഘം ഭീകരർ സുരക്ഷാ സേനയുടെ വേഷം അണിഞ്ഞ് 6 അംഗ സംഘം താഴ്വരയിൽ എത്തിയത്. തുടർന്ന് ആളുകളോട് നേരിട്ട് വന്ന് സംസാരിച്ച്, അതായത് അവരുടെ പേര് വിവരങ്ങൾ അറിഞ്ഞ്, അവരുടെ ജാതി അറിഞ്ഞ്, അവർ ഏത് സ്വദേശികളാണെന്ന് അറിഞ്ഞ് വ്യക്തമായി നോക്കിയാണ് ഇവർ ആക്രമണം നടത്തിയത്. അതുപോലെ ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന അമിത്ഷാ ഇപ്പോൾ പഹൽഗാമിൽ എത്തിയിട്ടുണ്ട്, സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്ഥിതിഗതികൾ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം അദ്ദേഹം ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കും എന്നൊരു വാർത്ത കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേരും. നേരത്തെ പ്രധാനമന്ത്രി ദ്വിദിന സന്ദർശനത്തിനായി സൗദി അറേബ്യയിലേക്ക് പോയ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ യാത്ര വെട്ടിച്ചുരുക്കി ഇന്ന് രാവിലെ ഏകദേശം 7 മണിയോടെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. തുടർന്ന് അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. അതിലും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കം യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇനി ഒരു സർവകക്ഷി യോഗവും വിളിച്ചു ചേർക്കുമെന്ന് നമുക്ക് സൂചനയുണ്ട്. മാത്രമല്ല, ഈ ഉന്നതതല യോഗം ഇന്ന് നടക്കും, അല്പസമയത്തിനുള്ളിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്താനായാണ് ഇപ്പോൾ ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ മറ്റൊരു കാര്യം എന്തെന്നാൽ, ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ന് തന്നെ അവരുടെ സ്വദേശങ്ങൾ കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ആക്രമണം ആസൂത്രിതമാണെന്ന് ആസൂത്രിതമാണെന്ന് തെളിയിക്കുന്ന കുറേ തെളിവുകൾ പുറത്തു വന്നിരുന്നു. അതായത് ഈ ഭീകരർ നേരത്തെ തന്നെ ഇവിടെ വന്ന് തമ്പടിച്ചിരുന്നു, അവർ ഹോട്ടലുകളൊക്കെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു.
ഈ ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡർ ചീഫ്, അതായത് സെയ്ഫുള്ള കസൂരി, ഇയാളാണ് ഈ ആസൂത്രണം നടത്തിയത് എന്നത് വ്യക്തമായാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ലഷ്കർ ഇ തൊയ്ബയുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടത്തിയത്. അതും ആസൂത്രണം മാത്രം, അത് നടപ്പിലാക്കി എന്ന് മാത്രമേ ദി ഫ്രണ്ട് ചെയ്തിട്ടുള്ളൂ എന്നും അറിയുന്നുണ്ട്. മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവരുടെ പേര് വിവരങ്ങൾ നോക്കി ആക്രമണം നടത്തിയ ഒരു സാഹചര്യം, അതും ഉറ്റവരുടെ മുമ്പിൽ വെച്ചാണ് ആക്രമണം നടത്തിയത് എന്നതും പ്രധാന ഒരു കാര്യം. മാത്രമല്ല ആ സംഭവ സ്ഥലത്ത് നിന്നൊരു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ബൈക്ക് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു പ്രദേശവാസി ഭീകരരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഭീകരർക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിക്കുക തന്നെയാണ്. വൻ സന്നാഹങ്ങളെയാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. CPR ജവാന്മാരടക്കം വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഇനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പരിക്കേറ്റവരെ സന്ദർശിക്കുക ചെയ്യും. വൃന്ദ. ശരി, വ്യക്തമാണ്. ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായ നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.